നമസ്കാരം. ഇന്ന് ഗുരുവായൂർ ഏകാദശിയല്ലേ? ഇന്നപ്പോൾ വ്രതം എടുക്കുന്ന ഒത്തിരി പേര് കാണുമല്ലേ? കേട്ടിട്ടുള്ളത് മറ്റുള്ള വ്രതങ്ങളൊന്നും എടുത്തില്ലെങ്കിൽ, അതായത് ഏകാദശി വ്രതങ്ങളൊന്നും എടുത്തില്ലെങ്കിലും ഗുരുവായൂർ ഏകാദശിയുടെ വ്രതം എടുത്താൽ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ എടുക്കുക. പിന്നെ അസുഖങ്ങളൊക്കെ ഉള്ളവരില്ലേ, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമൊക്കെ ആയിട്ട് വ്രതം എടുക്കാവുള്ളൂ. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, പഴങ്ങളൊക്കെ ഒത്തിരി കഴിക്കുക. അങ്ങനെ ചിലർക്കൊക്കെ പെട്ടെന്ന് ക്ഷീണമൊക്കെ ഉണ്ടാകും. ഈ 3 നേരം 4 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു നേരവും ഒക്കെ ഭക്ഷണത്തേലാകുമ്പം, അതായത് അരിയാഹാരം കഴിക്കണം നിർബന്ധമുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കഴിക്കുക. അങ്ങനെയുള്ളവർ കരിക്കും വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ, ഒത്തിരി ധാരാളം. അപ്പം അങ്ങനെയൊക്കെ വ്രതങ്ങൾ എടുക്കുക. ഈ ഗുരുവായൂർ ഏകാദശി എടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പിന്നെ ഇത് ഗുരുവായൂർ അമ്പലം സ്ഥാപിച്ച ദിവസമാണെന്നൊരു ഐതിഹ്യമുണ്ട്. ഗുരുവും വായുവും കൂടെ കൂടിയാണ് ഗുരുവായൂർ അമ്പലം സ്ഥാപിച്ചതെന്നും മഹാദേവനാണ് സ്ഥാപിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ടല്ലേ, ഓരോ കഥകൾ പറയുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് മൈത്രേയ മുഹൂർത്തവും കൂടെ വരുന്ന ദിവസമാണ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് 2:10 തൊട്ട് 3:15 വരെയാണ് മൈത്രേയ മുഹൂർത്തം. 2 മണി തൊട്ട് തുടങ്ങും, എങ്കിലും 2:10 തൊട്ട് 3:15 വരെയുള്ള സമയമാണ് മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്ത് ജാതി മതഭേദമന്യേ ആർക്ക് വേണേലും കിട്ടുന്ന കയ്യിലുള്ള തുക, അതായത് ചെറിയ തുക ഏതെങ്കിലും ഒരു കവറിലിട്ട് അത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആ കവറിൻ്റെ പുറത്ത് എഴുതി സൂക്ഷിച്ചു വയ്ക്കുക. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം അത് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാം, പള്ളിയിൽ കൊണ്ട് കൊടുക്കാം, അന്നദാനത്തിന് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ട്, ഇപ്പോൾ വീട് പണിയാനാ അല്ലെങ്കിൽ വണ്ടി മേടിക്കാനാ എങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗിക്കാം. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ആ പൈസ കൊണ്ട് നടത്താമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോന്ന് കേട്ടിട്ടുള്ളൂ, ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ, എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുന്ന. അങ്ങനെയാണ് മൈത്രേയ മുഹൂർത്തത്തിൻ്റെ ഇത്. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്യുക. അപ്പം നമ്മുടെ കടബാധ്യതയാണെങ്കിൽ കടങ്ങൾ തീരണം എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചെയ്യുക. പിള്ളേർക്ക് ജോലി കിട്ടാനാണെങ്കിൽ ജോലി കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ സമയത്ത് പൈസ വയ്ക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അതിപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. നമുക്ക് വലിയ പണച്ചെലവൊന്നും ഇല്ലാത്ത കാര്യമല്ലേ. അപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. നമുക്ക് പ്രാർത്ഥിക്കണതല്ലേ ഏറ്റവും നല്ലത്. ഭഗവാൻ എല്ലാം സാധിച്ചു തരും എന്നുള്ള വിശ്വാസത്തിൽ ഇല്ലേ. പിന്നെ കടബാധ്യത ഉള്ളവർ ഇന്നത്തെ ദിവസം ഹരേ ഗോവിന്ദ ഹരേ മുരാരേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ കടബാധ്യത തീരാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. അതായത് ഗുരുവായൂരപ്പനെ ഹരേ ഗോവിന്ദ ഹരേ മുരാരേ എന്നിങ്ങനെ 108 തവണ 1008 തവണയോ 1001 തവണയോ നമുക്ക് പറ്റും പോലെ എണ്ണമൊന്നും നോക്കണ്ട, നമ്മളിങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചോളുക, പറഞ്ഞുകൊണ്ട് നടക്കുക. രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നിങ്ങനെ പറയുന്നതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അതും നല്ലതാണ്. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ പിള്ളേർ പഠിക്കാനും ജോലി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഹരേ രാമ ഹരേ കൃഷ്ണ ഒക്കെ ചൊല്ലുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ പിന്നെയുള്ള കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടേ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നിങ്ങനെ നമുക്ക് പറ്റും പോലെ ചൊല്ലുന്നതൊക്കെ നല്ലതാണെന്ന് പറയണേ. 1001 അതേപോലെ 101 108 ഒക്കെ ചൊല്ലുന്നതൊക്കെ നല്ലതാണ്. അപ്പം നമ്മൾ അതൊക്കെ അനുസരിച്ച് ചൊല്ലുക. പിന്നെ ശ്രീകൃഷ്ണായ നമ, ഓ ശ്രീകൃഷ്ണായ നമ, ഓ ശ്രീകൃഷ്ണായ നമ എന്നുള്ളത് സമാധാനം കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ ചൊല്ലുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് പറ്റും പോലെയൊക്കെ ഒന്നും പറ്റിയില്ലേ നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഗുരുവായൂരപ്പൻ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു തരും. നമ്മൾ ആദ്യമേ പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. എന്തിനും ഒരു സമയമുണ്ട് ഇല്ലേ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. നമുക്ക് ഒരു കാര്യം സാധിച്ചില്ല പറഞ്ഞവർ പിന്നെ ഒരു പ്രാർത്ഥന കൊണ്ട് ഇപ്പോൾ കുറേ നേടും എന്നിങ്ങനെ പറയും. നമ്മൾ കഷ്ടകാലം വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ പ്രാർത്ഥന അങ്ങ് നിർത്തും. ഏത് കഷ്ടകാലം വന്നാലും ഏത് ദുരിതങ്ങൾ വന്നാലും നമ്മൾ പ്രാർത്ഥന നിർത്തരുത്. നമ്മൾ അതിൽ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ വിടുകയേ ചെയ്യരുത്. ഏത് ഭഗവാനെ ആണെങ്കിലും യേശോപ്പനെ ആണെങ്കിലും മാതാവിനെ ആണെങ്കിലും അള്ളാഹുവിനെ ആണെങ്കിലും നമുക്ക് കഷ്ടകാലം വരുമ്പോൾ മുറുകെ പിടിച്ചോണം. അപ്പം നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊരു മാർഗം കാണിച്ചു തരും. അല്ലാണ്ട് ഭഗവാൻ നമുക്ക് അപ്പോഴത്തേനും കോടികളും ലക്ഷങ്ങളും കൊണ്ട് ഇറക്കി തരുമെന്നല്ല, നമുക്കൊരു മാർഗം കാണിച്ചു തരും രക്ഷപ്പെടാനുള്ള. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കെട്ടിപ്പിടിച്ച് നിന്ന് പ്രാർത്ഥിച്ചോളുക, വിട്ടരുത്. നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം ഇത് എന്നാന്ന് പറയണേ തെളിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചോളുക.
പിന്നെ ഉള്ളത് ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള ചൊല്ലുന്നത് ഒത്തിരി നല്ലതെന്ന് നമുക്കറിയാമല്ലോ. അതാണെങ്കിലും ചൊല്ലുക. ഞാൻ ഓം ശ്രീകൃഷ്ണായ നമോ ഓം ശ്രീകൃഷ്ണായ നമോ എന്നുള്ള ഈ വീട്ടിൽ വഴക്ക് തമ്മിത്തല്ല് സമാധാനക്കേട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓം ശ്രീകൃഷ്ണായ നമോ എന്നുള്ള ഈ നാമം ചൊല്ലുന്നതും നല്ലതാണ്. ചിലർ പറയും ഓം എന്ന് ചേർക്കുന്നത് ഗുരുമുഖത്ത് നിന്ന് മാത്രമേ കേട്ടിട്ട് ചൊല്ലാവുള്ളൂ എന്ന് പറയും. നമ്മളെ ഗുരുവായൂരപ്പനെ ഗുരുവായിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഈശോപ്പനെ മനസ്സിൽ കണ്ടിട്ട് തന്നാൽ മതി. അപ്പം നമ്മുടെ ഗുരു ഭഗവാനാണ് ഇല്ലേ. അപ്പം നമ്മളങ്ങ് ചൊല്ലിക്കൊടുക്കുക. നമ്മളിങ്ങനെ ചൊല്ലിക്കഴിയുമ്പോൾ നമുക്ക് കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കൾക്ക് ഉന്നതിയും ഐശ്വര്യവും എല്ലാം ഉണ്ടാകും. അപ്പം ഇന്ന് ഏകാദശി എടുക്കാൻ പറ്റുന്ന ഒരു അനുഗ്രഹമാണ്. ഞാനിന്ന് ഈ രാവിലെ ഈ വീഡിയോ ഇടണേ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കുക. നമ്മളിപ്പോൾ ഒരു നേരം അരിയാഹാരം കഴിച്ചു എന്നോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. നമുക്ക് ഉച്ചയ്ക്കത്തെ അപ്പോൾ വേണ്ടാന്ന് വെക്കാം. എന്നിട്ട് നമ്മൾ പഴങ്ങളോ അല്ലെങ്കിൽ ഉപ്പുമാവോ റവയുടെ ഉപ്പുമാവൊക്കെ ഇല്ലേ, റവയുടെ അതുപോലെയുള്ള പഴങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു നുറുക്ക് ഗോതമ്പിൻ്റെയൊക്കെ സാധനങ്ങൾ, റാഗി അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്ക് കപ്പയൊക്കെ പുഴുങ്ങി തിന്നാം ഇല്ലേ. കപ്പ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ, ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണായി വരുമല്ലേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം, നമുക്ക് കഴിക്കാം ആവശ്യത്തിന്. ഇറച്ചി മീനും മുട്ടയൊന്നും ഉപയോഗിക്കാണ്ടിരുന്നാൽ മാത്രം മതി ഇല്ലേ. പിന്നെ പാല് കുടിക്കാം, ചായ കുടിക്കാം, ക്ഷീണം ഉണ്ടാകണവർ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ എല്ലാ സൈസ് പഴങ്ങളും മേടിച്ച് കഴിക്കുക, പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക, കുക്കുമ്പറൊക്കെ കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പം നമുക്കിടെ ഇന്നത്തെ ഏകാദശി അങ്ങോട്ട് സന്തോഷമായിട്ട് കടന്നു പോകും. പിന്നെ ഏകാദശി ദിവസം പകലുറങ്ങരുത് കേട്ടോ എന്നാണ് പറയുന്നത്. പകലുറക്കം പാടില്ല എന്നാണ് പറയുന്നത്. ആ സമയം കൂടെ നമ്മൾ ഹരേ രാമ ചൊല്ലിക്കൊണ്ടിരിക്കുകയോ ശ്രീകൃഷ്ണായ നമ എന്ന് ചൊല്ലുവോ, നമുക്കിഷ്ടമുള്ള ഹരേ ഗോവിന്ദ ഹരേ മുരാരെ, അത് കടബാധ്യത തീരാനാന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചൊല്ലുക. കടബാധ്യതയുള്ളവർ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ ഗുരുവായൂർ ഏകാദശി എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കുക. ഭഗവാന്റെ മനസ്സിൽ ധ്യാനിച്ച് എടുക്കുക. പിന്നെ എന്നാ മൈത്രേയ മുഹൂർത്തത്തിൽ ഒരു ചെറിയ പൈസയാണെങ്കിലും നമ്മൾ എടുത്ത് ഒരു കവറിലിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് ആ കവറിൻ്റെ പുറത്ത് എഴുതി വെച്ചേക്കുക, ഇന്ന കാര്യം സാധിക്കാനാണ്. നമ്മൾ നോക്കിക്കോ, കുറച്ച് ദിവസം കൊണ്ട് നമുക്കതിന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കിട്ടും. എന്നിട്ട് നമ്മൾ അന്നദാനത്തിന് കൊടുക്കുകയോ അമ്പലത്തിൽ കൊണ്ടിടുകയോ പള്ളിയിലിടുകയോ എവിടെ വേണമെങ്കിലും ചെയ്യാം. ആർക്കും ചെയ്യാം കേട്ടോ. ജാതിമത ഭേദമന്യേ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ മൈത്രേയ മുഹൂർത്തത്തിൽ കടബാധ്യതയുള്ളവർ ഒരു ചെറിയ തുകയാണെങ്കിലും ആ കടത്തിലേക്കൊന്ന് ഒരു 10 രൂപയാണെങ്കിലും ആ കടത്തിലേക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ ആ കടം തീരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലേ. രാവിലെ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് വൈകിട്ട് 3 മണി 3:30 വരെ 3:15 വരെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിനിടയ്ക്കൊരു സമയം, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഏതെങ്കിലും ഒരു സമയത്ത്. അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും ഉണ്ടാകട്ടെ. എല്ലാവർക്കും, എൻ്റെ വീഡിയോ കാണുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.